ഭരണവിരുദ്ധ വികാരമില്ല എന്ന് രാധാകൃഷ്ണൻ പറയുന്നതിന് കാരണം ദേശീയ തലത്തിൽ ബിജെപിക്കെതിരായി ഒരു വികാരമുണ്ടായിരുന്നു, അത് കേരളത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു എന്നാണ്. മറ്റൊരു കാര്യം കൂടി CPM-ന് പറയാം, രാധാകൃഷ്ണൻ മന്ത്രി തോറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സർക്കാരിനെതിരെയുള്ള വികാരമെന്ന്. പക്ഷെ അത് എത്രത്തോളം വിലപ്പോകുമെന്നറിയില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം കേരളത്തിൽ ഉന്നയിക്കാൻ പോകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒറ്റയാൾക്ക് മാത്രം ലീഡ് ചെയ്യാൻ കഴിയുന്നതും ജയത്തിലേക്ക് വരാൻ കഴിയുന്നതും. എൻഡിഎയുടെ സീറ്റെണ്ണം കുറയുന്നുണ്ട് മഞ്ജുഷ്. ദേശീയ തലത്തിൽ 300ലേക്ക് വീണ്ടും 302ലേക്ക്, അതായത് 310 320 വരെ വന്ന സീറ്റാണ് ഇപ്പോൾ 302ലേക്ക് 300ലേക്ക് താഴുന്നു. ക്രമാനുഗതമായി ഇന്ത്യ സഖ്യം സീറ്റ് ഉയർത്തുന്നു. 217 അതിൽ 90 സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ്. 52 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 2019 ഇത്തവണ 90 സീറ്റുകൾ അല്ലെങ്കിൽ 100ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാം, ശക്തമായ പ്രതിപക്ഷമാകാം. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ വിലയിരുത്തലും